എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്മയുടെയും സമൃദ്ധിയുടെയൊക്കെ ഉത്രാട ദിന ആശംസകൾ നേരുന്നു. ഓണമാണ് നാളെ. തിരുവോണം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. മലയാളികൾ എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ്. ഈ സമയത്ത് വിശേഷപ്പെട്ടൊരു കഥ നിങ്ങൾക്ക് ഒരു ഓണവിഭവമായിട്ട് എത്തിക്കാം എന്നാണ് കരുതുന്നത്. ഇത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിട്ടുള്ളൊരു കഥയാണ്. ഒപ്പം തന്നെ ഓണക്കോടിയുടെ ഒരു കഥ കൂടിയാണ്. ഓണക്കാലത്ത് ഓണക്കോടി കിട്ടുക എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് അവരുടെ സ്നേഹം ഒരു ഓണക്കോടിയായിട്ട് കിട്ടുന്നത് കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഒരു പുതിയ വസ്ത്രം കിട്ടുക എന്നുള്ളത് അവർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ്. ഓരോ കുട്ടികളുടെയും വസ്ത്രങ്ങൾ പരസ്പരം നോക്കി അത് ധരിച്ച് ഭംഗിയുള്ള കുട്ടികളായിട്ട് തിരുവോണത്തിലേക്ക് നടന്നു ചെല്ലുന്ന കുട്ടികളെ നമുക്ക് ഇന്നും നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാം. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിന് മുമ്പ് ഒരുപാട് ക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് ഗുരുവായൂരപ്പൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഓണക്കോടി ചോദിച്ചു വാങ്ങിയൊരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം ഊരാള കുടുംബമായിട്ടുള്ള മല്ലിശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണിത്. മല്ലിശ്ശേരി ഇല്ലത്തെ ഒരു നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എന്നാണെന്ന് പറയുക. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് അനവധി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഉണ്ണി ഉണ്ടായില്ല. അദ്ദേഹം ഗുരുവായൂരപ്പനോട് പോയി പ്രാർത്ഥിച്ചു, ഭഗവാനെ, അങ്ങേപ്പോലെ ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ളൊരു കുട്ടിയെ അങ്ങ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചാൽ ഞാൻ അങ്ങയുടെ പരമഭക്തനായിട്ട് ഇനിയുള്ള കാലം എപ്പോഴും അങ്ങയുടെ സേവകനായിട്ട് ഇവിടെ ഇരുന്നോളാം. 2, ഞങ്ങളുടെ ഓരോ തലമുറയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ കുട്ടിക്കും ഞങ്ങൾ അങ്ങയുടെ പേരിട്ടോളാം, കൃഷ്ണൻ എന്ന് പേരിട്ടോളാം എന്നുള്ളൊരു വാഗ്ദാനം ഗുരുവായൂരപ്പന് കൊടുത്തു എന്നാണ്. അധികം സമയം വേണ്ടുവന്നില്ല. ഗുരുവായൂരപ്പൻ കാരുണ്യ സിന്ധോ എന്നാണ് ഭട്ടതിരി വിളിച്ചിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രസാദിച്ചു. അന്തർജനം ഗർഭിണിയായി, ഒരു ഉണ്ണി ഉണ്ടായി, അതിചൈതന്യവാനായിട്ടുള്ള ഒരു ഉണ്ണി. അതോടുകൂടി നമ്പൂതിരി വളരെയധികം സന്തോഷവാനായി നമസ്കരിച്ചു. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയത്ത് ആ കുട്ടിയുടെ 1-ാം പിറന്നാൾ വന്നു എന്നാണ്. ആ 1-ാം പിറന്നാൾ ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലായിരുന്നു. അപ്പം ആ കുട്ടിയുടെ ഒരു സന്തോഷം കൂട്ടാനായിട്ട് അദ്ദേഹം ഒരു ഓണക്കോടി വാങ്ങി. ഓണക്കോടി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വില കൂടിയ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു ഓണക്കോടിയാണത്രേ അദ്ദേഹം സ്വന്തം കുട്ടിക്ക് വാങ്ങിയത്. ഒപ്പം അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ പ്രദേശത്തുള്ള അനാഥ കുട്ടികൾക്ക് കൊടുക്കാനായി കുറച്ച് ഓണക്കോടി വേറെ വാങ്ങി. അത് ആദ്യം വാങ്ങിയ കോടിയുടെ അത്ര നല്ലതല്ലായിരുന്നു. സ്വന്തം കുട്ടിക്ക് കുറച്ചുകൂടെ നല്ലതാണ് അദ്ദേഹം വാങ്ങിയത് എന്നാണ് പറഞ്ഞതിന് താല്പര്യം. അങ്ങനെ അദ്ദേഹം ഈ സ്വന്തം മോന് വാങ്ങിയിട്ടുള്ള ഓണക്കോടിയും പാവപ്പെട്ട കുട്ടികൾക്ക് വാങ്ങിയ ഓണക്കോടിയൊക്കെ ചേർന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ തൊഴുത് ദീപാരാധനയ്ക്ക് ശേഷം അവിടെ ഓടിക്കളിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ തൻ്റെ ഓണക്കോടി എന്നുള്ള നിലയ്ക്ക് ആ ഓരോരോ കോടികളായിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഓണക്കോടി കൊടുത്ത് അദ്ദേഹം തൻ്റെ മകനുള്ള ഓണക്കോടിയുമായിട്ട് ഇല്ലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടി അദ്ദേഹത്തെ തടഞ്ഞു എന്നാണ്. ആ കുട്ടിയെ ഇന്നേ വരെ അദ്ദേഹം ആ പരിസരത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആ കുട്ടി കൈ നീട്ടിയിട്ട് എനിക്കുള്ള ഓണക്കോടി എവിടെ എന്ന് തിരുമേനിയോട് ചോദിച്ചു എന്നാണ്. അപ്പം മോനെ ഇവിടെ അവരൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാൻ കൃത്യം ഇവർക്കുള്ള കണക്കുള്ള ഓണക്കോടിയെ കൊണ്ടുവന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി അടുത്ത വർഷം ആവട്ടെ എന്ന് മല്ലിശ്ശേരി ആ കുട്ടിയോട് പറഞ്ഞത്രേ. അപ്പം കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വലിയ ധർമ്മിഷ്ഠനാണെന്നാണ് ഞാൻ കരുതിയത്. എല്ലാവർക്കും ദാനമൊക്കെ ചെയ്യുന്ന അങ്ങ് നുണ പറയുന്നത് ശരിയല്ല. അങ്ങയുടെ കയ്യിൽ ഓരോ ഓണക്കോടി കൂടി ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം, അത് എനിക്ക് തരൂ എന്നത്രേ പറഞ്ഞത്. കുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ തിരുമേനി ഞെട്ടിപ്പോയി എന്നാണ്. അദ്ദേഹം സ്വന്തം മകന് കൊടുക്കാൻ എടുത്തു വെച്ച ആ വില കൂടിയ ഓണക്കോടിയാണ് ബാക്കിയുണ്ടായിരുന്നത്. കുട്ടി ചോദിക്കുന്നത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, കാരണം ക്ഷേത്രത്തിനകത്താണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തിരുമേനി ആ ഓണക്കോടി കൊടുത്തു. തൻ്റെ മകന് ഒരു പിറന്നാൾ സമ്മാനവും കൊടുക്കാനില്ലാണ്ട് അദ്ദേഹം ഇല്ലത്തേക്ക് തിരിച്ചുപോയി. വിഷമിച്ചു എന്നാണ്. അദ്ദേഹത്തിനുണ്ടായ വിഷമം നുണ പറയേണ്ടി വന്നല്ലോ എന്നാണ്. കുട്ടിയോട് ഓണക്കോടി ഇല്ല എന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും ചേർന്ന് ഭഗവാനെ തൊഴാനായിട്ട് അമ്പലത്തിൽ ചെന്നു. നട തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുക. ആ ഗുരുവായൂരപ്പൻ്റെ നട അന്നേ ദിവസം രാവിലെ തുറന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മല്ലിശ്ശേരി കൊടുത്ത ആ ഓണക്കോടി ഭഗവാന്റെ തൃക്കൈയിലുണ്ടായിരുന്നു എന്നാണ്. തൻ്റെ കയ്യിൽ നിന്ന് ഓണക്കോടി ചോദിച്ചു വാങ്ങിയത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എന്ന് മല്ലിശ്ശേരിക്ക് ബോധ്യപ്പെടുകയും അദ്ദേഹം ഭഗവാനെ അവിടെ വെച്ച് നമസ്കരിച്ചു എന്നുമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാൻ നമ്മളിൽ ഒരാളാണ്. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമ്മളിൽ ഒരാളായിട്ട് ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം. നമ്മളിൽ കാണുന്നവരൊക്കെ തന്നെ ഈശ്വരനാണെന്നാണ്. പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. അപ്പം ആ കുട്ടികൾക്ക് ഈ ഓണക്കാലത്ത് സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ
അത് ഗുരുവായൂരപ്പന് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് നമ്മുടെ ഈ ലോകം മുഴുവനുള്ള കുട്ടികൾ സന്തോഷത്തോടുകൂടി ഇരിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഓണക്കോടി ചോദിച്ചു വാങ്ങിയ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.